ഹലോ മൈ ഡിയർ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വൈനിൻ്റെ റെസിപ്പിയാണ്. അതായത് ജിഞ്ചർ വൈനാണ്. നമ്മൾ ഇഞ്ചിയൊക്കെ വയറിനൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾക്കൊരു ദഹനക്കേടോ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരല്പം ഇഞ്ചിയും കൊണ്ടുള്ള വൈൻ കുടിക്കുന്നത് നമുക്ക് ദഹനത്തിനും മറ്റും വളരെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഇഞ്ചി കൊണ്ടൊരു വൈൻ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചി വൈന് കേട്ടോ. ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടോ, വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 400 ഗ്രാം ഇഞ്ചി റെഡിയാക്കി നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ എടുത്ത് മിക്സിയിൽ വെച്ചൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ അരച്ചെടുക്കണം, കാരണം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് സ്പൂൺ വെച്ച് പതിയെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചിയുടെ നീര് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഈ അരിപ്പ ചെറുതായതുകൊണ്ടാണ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബൗളിൻ്റെ മേളിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ അരച്ചെടുത്തിട്ടുണ്ടെന്ന ഇഞ്ചി മുഴുവനായിട്ടും കുടഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ആ തുണിയൊന്ന് ചുറ്റി അമർത്തി നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ നമുക്ക് ഈ ഇഞ്ചിയുടെ നീര് മുഴുവനായിട്ടും വേർതിരിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പം ഈ ഒരു സ്ട്രെയിനറിലിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് അമർത്തി എടുക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഇഞ്ചി വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് സാധാരണ ദഹനക്കേടോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും വയറ്റിൽ നോവോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഇഞ്ചിയുടെ കഷ്ണം ഒന്ന് ചതച്ച് കുത്തി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ലേശം ഉപ്പൊക്കെ ഒഴിച്ച് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് പോലും വായിലൊഴിച്ച് കൊടുക്കാറുണ്ട്. ചെറിയ പുളിച്ച് തകട്ടൽ, നെഞ്ചരിച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണല്ലോ. അപ്പോൾ ഇഞ്ചി എത്രയായാലും നല്ല ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ വയറ്റിലെ ഗ്യാസും ഒക്കെ അടങ്ങാനായിട്ടും വളരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ ഇഞ്ചി കൊണ്ട് വൈനൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരല്പം എടുത്ത് കുടിക്കുമ്പോൾ നമുക്കിതുപോലെ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി മുഴുവനും പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി വെക്കണം കുറച്ച് സമയത്ത്, കാരണം ഇതൊന്ന് തെളിച്ചെടുക്കണം. ഇഞ്ചി നീര് നല്ല തെളി എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതിലൊരു മട്ട് പോലെ ഒരു വെള്ള കളറിലൊരു സ്റ്റാർച്ച് പോലെ അടിഞ്ഞു വരും. അത് ഒന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അതുകൂടി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു കലക്കൽ പോലെയായി പോകും, നമ്മുടെ വൈൻ തെളിഞ്ഞ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ ഇഞ്ചി നീരെടുത്തതിൻ്റെ ബാക്കി ഈ വേസ്റ്റ് നമ്മൾ കളയുന്നില്ല. ഇതുകൊണ്ട് നമുക്കൊരു പുളി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരല്പം ശർക്കര പാനിയൊക്കെ ഒഴിച്ച് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പുളി ഇഞ്ചിക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഞാനതവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട ഒരു 2-3 പീസായിട്ട് ഒന്ന് ഒടിച്ച് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് ചതച്ചിടണം കേട്ടോ നന്നായിട്ട്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് കുറച്ച് നേരം തിളയ്ക്കാൻ വയ്ക്കണം. ഒരു 5 മിനിറ്റ് കൂടുതൽ നമ്മൾ തിളപ്പിക്കണം. കൂട്ടത്തിൽ നമ്മൾ ഒരു 7-8 മുളക്, വറ്റൽ മുളക് 2-3 പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചി വൈന് ഒരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, തെളിഞ്ഞ് അതിൻ്റെ അടിയിൽ ആ ഒരു വെള്ള കളറിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് തങ്ങിയിരിക്കുന്നുണ്ടോ. അത് നമ്മൾ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൻ ഒരിക്കലും തെളിയത്തില്ല. വൈൻ ഇങ്ങനെ ഒരുമാതിരി കലക്കവെള്ളം പോലെ കലങ്ങിക്കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിത് മാറ്റിയെടുക്കുന്നത്. കണ്ടോ, നല്ല ഒരു അടിയിലിങ്ങനെ തങ്ങി നിൽക്കും. ഇപ്പോൾ ദേ ഇഞ്ചി നന്നായിട്ട് ഇഞ്ചി വൈന് വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം നല്ല വെട്ടിത്തിളയ്ക്കേണ്ട. അതിലേക്ക് നമ്മൾ ഇഞ്ചി നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ശർക്കര ഉരുക്കി ഒന്ന് തിളച്ച് ഊറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു മണ്ണും അഴുക്കുമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊന്ന് അരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഇഞ്ചി നീരെല്ലാം കൂടി വെള്ളമൊക്കെ ഇട്ട് തിളയ്ക്കാൻ വെച്ച് മസാലയൊക്കെ ഇട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്ന് ചൂട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മസാലകളെല്ലാം നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു വെള്ളം മാത്രം നമുക്ക് മതിയാവും. ഇപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഞാനിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളൊരു 3/4 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫെർമെൻറ്റേഷനൊക്കെ നടന്നു കഴിയുമ്പോഴേ നമ്മുടെ ഈ വൈൻ കറക്റ്റായിട്ട് നല്ല പൊങ്ങി പതഞ്ഞൊക്കെ വരത്തുള്ളൂ, അതൊരു സ്ട്രോങ് ആവത്തുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് കൊടുക്കുന്നത് ഒരു 3 അല്ലെങ്കിൽ 4 നാരങ്ങ നീര്.
നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് നല്ല നീരുള്ളതാണെങ്കിൽ 3 നാരങ്ങ മതിയാകും. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഒന്ന് അരിച്ച് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ മണ്ണോ അഴുക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഒരല്പം മധുരത്തിന് വേണ്ടി, വൈൻ എന്ന് പറഞ്ഞാൽ ഒരല്പം മധുരം കൂടി ഉള്ളതാണല്ലോ, അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയാകുമ്പോൾ അല്പം ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിൽ ഒരു ലേശമൊക്കെ ഒന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് നമ്മളിങ്ങനെ ശർക്കര പനി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ, പഞ്ചസാരയേക്കാളും എത്രയായാലും നല്ലതാണ് ശർക്കര. അതുകൊണ്ട് ഒരല്പം ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരമില്ലാതെ വേണമെങ്കിലും നമുക്ക് ഈ ശർക്കര ഒഴിവാക്കിയാൽ മതി, വൈൻ റെഡിയാക്കി വയ്ക്കാം. പക്ഷേ വൈൻ കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ കിട്ടണമെങ്കിൽ ഒരല്പം മധുരവും അതിൻ്റെ ആ ഒരു എരിവും പുളിപ്പും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണല്ലോ ആ ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് വൈൻ എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു ദിവസം മുഴുവനും ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ മൂടി വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ലേശം ചൂടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഒരല്പം തുറന്ന് വയ്ക്കണം. അടപ്പിൻ്റെ മൂടി ഒന്ന് തുറന്ന് വയ്ക്കുകയാണെങ്കിൽ ഇത് ആവി അടിച്ച് അല്ലെങ്കിൽ ആവി വെള്ളം ഇതിലേക്ക് തിരിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മുടെ വൈൻ അഴുക്കായി പോകും. അതുകൊണ്ടാണ് ഒരു ലേശം ഈ സൈഡൊന്ന് തുറന്ന് വയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെച്ച് പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ വൈൻ നല്ല തെളിഞ്ഞ് നല്ല കളറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. ആ ശർക്കരപ്പാനി ഒഴിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല കളറായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നതെങ്കിൽ വെള്ള കളർ വൈറ്റായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് പഞ്ചസാര അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. ഒരു ബോട്ടിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി നമുക്ക് ഫ്രിഡ്ജിലോ വല്ലതും സൂക്ഷിക്കാവുന്നതാണ്. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നോക്കിയാൽ എന്നാ നല്ല കളറൊക്കെ ആയിട്ടാണ് നമ്മുടെ വൈൻ കിട്ടിയിരിക്കുന്നത്. നോക്കാം, ഇഞ്ചി വൈൻ വളരെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇൻസ്റ്റൻറ്റ് വൈനാണ്. പിന്നെ ഇരിക്കും തോറും ഇത് നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള 3-4 ഇൻഗ്രീഡിയൻറ്റുകൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും തപ്പി നമ്മൾ എങ്ങും നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി അധിക ദിവസം, സാധാരണ വൈനൊക്കെ ഒരു 21 ദിവസമൊക്കെ ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഡെയിലി. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് അത് അരിച്ചെടുത്ത് ബോട്ടിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം തൊട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ദിവസങ്ങളിരിക്കും തോറും ഇത് നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ച് സൂക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.